സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ് ഇന്ന് പോകുന്നത്. സുന്ദരപാണ്ഡ്യപുരത്തെ പ്രത്യേകത എന്താണെന്ന് ഇതിനോട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയൂർ, അഞ്ചൽ, കുളത്തൂപ്പുഴ, തെന്മല വഴി തെങ്കാശിയിലേക്ക് എത്താവുന്നതാണ്. അതല്ല നിങ്ങൾ കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും KSRTC തെങ്കാശിയിലേക്കുള്ള KSRTC ബസ് സർവീസ് ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് വരാവുന്നതാണ്. എങ്ങനെയായാലും നിങ്ങൾക്ക് കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ അല്ലെങ്കിൽ ആയൂരിൽ നിന്നും 2 മണിക്കൂർ മാത്രമാണ് ഇവിടേക്കുള്ള യാത്രാ ദൂരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തെങ്കാശി എത്തിച്ചേർന്നിരിക്കുകയാണ്. KSRTC ബസ്സിൽ വരുന്നവർ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക. അവിടെ നിന്നും സുന്ദരപാണ്ഡ്യപുരത്തേക്ക് തമിഴ്നാട് SRTCയുടെ ബസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. തെങ്കാശിയിൽ നിന്നും സുന്ദരപാണ്ഡ്യപുരത്തേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. കാറ്റാടിപ്പാടങ്ങളും ചുറ്റും പ്രകൃതി രമണീയമായ വഴികളും ഗ്രാമീണ പാതയിലൂടെയുള്ള യാത്ര ഒരു മികച്ച അനുഭവം തന്നെ നൽകുന്നതായിരിക്കും. തെങ്കാശിയിൽ നിന്നും 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് സുന്ദരപാണ്ഡ്യപുരത്ത് എത്താൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ സൂര്യകാന്തി പാടം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സുന്ദരപാണ്ഡ്യപുരത്താണ്. സുന്ദരപാണ്ഡ്യപുരത്തെ വിശേഷം എന്താണ് നിങ്ങൾ ഇതിനോട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും. അതെ, നമ്മുടെ ഈ അതിമനോഹരമായ സൂര്യകാന്തി പാടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൊല്ലം ഭാഗത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും നിങ്ങൾക്ക് തെങ്കാശി ബസ് KSRTC ബസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയൂർ, അഞ്ചൽ, കുളത്തൂപ്പുഴ വഴി വരുന്ന KSRTC ബസ്സും തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ബസ് റൂട്ട് വഴി നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. പിന്നെ ഈ ഒരു സൂര്യകാന്തി പാടത്ത് എത്തുന്നത് ഇപ്പോൾ ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റാണ് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇവിടെ കയറുന്നതിന് ഒരു എൻട്രി ഫീസ് ആയിട്ടുള്ളൊരു 50 രൂപ നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കർഷകർക്ക് ഓരോ രീതിയിലായിരിക്കും. നമ്മളിവിടെ വന്ന സ്ഥലത്ത് 50 രൂപയാണ് അവർ എൻട്രി ഫീസ് വാങ്ങിയത്. അത് നിങ്ങൾ കയറുന്ന പാടത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക. അത് കൊടുത്ത് നിങ്ങളിവിടെ കയറുക. ഇവിടെ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കൂടുതലും മലയാളീസാണ് വരുന്നത്. മലയാളീസ് വന്നിട്ട് എല്ലാ മലയാളികൾക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി നിങ്ങളിവിടെ ഒപ്പിച്ച് വെക്കുന്നുണ്ട് പലരും വന്നിട്ട്. ഇതൊന്ന് നോക്കി കണ്ടോ, നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലുള്ള പൂക്കളെല്ലാം ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു വിത്ത് കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോയി, വിത്ത് എടുത്തുകൊണ്ട് പോയി നടന്നു പോകുന്ന വഴിയിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ ചെടികളിൽ നിന്നും വിത്തുമാരെ എടുത്തുകൊണ്ട് പോവുകയാണ്. മലയാളീസ് മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വേലകളൊന്നും കാണിക്കരുത്. നമ്മളിവിടെ വരിക, ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം തിരിച്ചു പോവുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കർഷകരെ ഉപദ്രവിക്കുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക. അപ്പോൾ വരുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണുക. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ പല സ്ഥലങ്ങളിലും ഇത് കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് തന്നെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഈ മാസം അവസാനത്തോടുകൂടി ഇത് തീരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇനിയും ഇതുപോലെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ നിങ്ങളുടെ വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ടെക് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടുന്ന ചാനലിനകത്തേക്ക് ഒരു ഡിഫറൻറ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മറക്കണ്ട, ഈ മാസം ഓഗസ്റ്റ് ലാസ്റ്റാണ് ഇതിൻ്റെ സീസൺ എൻഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഓക്കെ, ബൈ.